എഞ്ചിനീയർമാർ തന്നെ പെന്നുകൊണ്ട് ഒരു മാർക്ക് നടത്തേണ്ടായിട്ടുള്ളത്. അതൊരു ക്രാക്കാണ്, അഥവാ അതൊരു വിള്ളലാണ് എന്ന വിധത്തിൽ വിവരം അറിയിച്ചു. 5 വർഷക്കാലം സിവിൽ വർക്കിലും 3 വർഷക്കാലം ഇലക്ട്രിക്കൽ വർക്കിലും വാറണ്ടി നൽകിക്കൊണ്ടാണ് ആ വീട് ഉണ്ടാക്കുന്നത്. ഞാൻ മേശപ്പുറത്ത് കയറിയത് ഒരു തെറ്റാണ് എന്ന് പറയുന്നവരോട് വളരെ അഭിമാനപൂർവവും അതിലേറെ വിനയപൂർവ്വം എനിക്ക് പറയാനുള്ളത്, എൻ്റെ നാടിന്റെ അഭിമാനം കാക്കാൻ ഇതിനേക്കാൾ പൊക്കത്തിൽ കയറണമോ ആ പൊക്കത്തിലും കയറും. 5 വർഷം കഴിഞ്ഞ് കയറി വരുമ്പോൾ മുതലാളി രാജൻ എന്ന പേര് കേട്ടില്ലല്ലോ. കൂലിപ്പണിക്കാരൻ രാജൻ എന്ന് പറയുന്നതിൽ ആത്മാഭിമാനമുള്ളയാളാണ് ഞാൻ എന്ന് ആവർത്തിച്ച് വികാരപരമായി തന്നെ പറയണം എന്നാണ് എനിക്കിഷ്ടം. അവിടെ അതിന്റെ മുകളിൽ കയറി അങ്ങനെ ഒരു പരിശോധന നടത്തേണ്ടത് വരച്ചിട്ടതാണെന്നൊരു കമ്പനി പറഞ്ഞാൽ അത് കേട്ടുപോരലല്ല, അത് ഉറപ്പിച്ചു തന്നെ തീരുമാനിക്കണം എന്ന് ഉറപ്പുള്ള ഒരു പൊതുപ്രവർത്തകന്റെ, മന്ത്രി എന്നതിനേക്കാൾ ഉപരിയായി മനുഷ്യത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു മലയാളിയുടെ കടമയാണ് എന്നുള്ളത് കൊണ്ടാണ് പ്രവർത്തനത്തിന് ഞാൻ ഇറങ്ങിയത്. സാധാരണ നിലയിൽ ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്താൻ നിശ്ചയിച്ചത് നേരത്തെ 2 ദിവസം മുമ്പ് വയനാട്ടിൽ പറഞ്ഞ കാര്യങ്ങളുടെ പ്രസക്തമായ ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിയിക്കണം എന്ന് കരുതിയിട്ടാണ്. സ്വാഭാവികമായിട്ടും ചൂരൽമലയുമായി ബന്ധപ്പെട്ട പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം എന്നുള്ളത് കൊണ്ട് അതിന്റെ ഒരു വിശദീകരണത്തിന് മുതിരുന്നില്ല. ചൂരൽമലയിൽ പണിതുകൊണ്ടിരിക്കുന്ന ടൗൺഷിപ്പിലെ വീടുകളിൽ വിള്ളലുണ്ടായി എന്ന് കാണിച്ച് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ സർക്കാരിനെതിരായി മാത്രമല്ല മലയാളത്തിനെതിരായി, കേരളത്തിനെതിരായി അപകടകരമായ വിധത്തിലുള്ള ഒരു പ്രചരണം നടക്കുന്ന സമയത്ത് വിവിധ ജില്ലകളിൽ വെച്ച് മാധ്യമ സുഹൃത്തുക്കൾ അക്കാര്യത്തിനോട് പ്രതികരിക്കണം എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഏതെങ്കിലും ഒരു മാധ്യമത്തിനോ പൊതുവെ മാധ്യമ സുഹൃത്തുക്കൾക്കോ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നേരിട്ടറിയാതെ ലഭ്യമായ വിവരങ്ങൾ വെച്ച് പ്രതികരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് വയനാട്ടിലെ എപ്പോഴും സ്ഥിരമായി പോകുന്ന ചൂരൽമലയിലെ മനുഷ്യർക്ക് വേണ്ടി നിർമ്മിക്കാൻ ലോകമാതൃകകൾ ഇല്ലാത്ത വിധം നാം തീരുമാനിച്ചിട്ടുള്ള പുതിയ ടൗൺഷിപ്പിലേക്ക് പോകാനിടയായി. വീടുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള വിശദാംശങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. അതോടൊപ്പം തന്നെ ആ വീട് നിർമ്മിക്കുമ്പോൾ സാധാരണ നിലയിൽ നമ്മുടെ വീടുകളൊന്നും നിർമ്മിക്കുമ്പോൾ കാണാത്ത വിധത്തിൽ ഒരു വാട്ടർ പൗണ്ടിങ് ടെസ്റ്റ് നടത്തണം എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചതിന്റെ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ പറഞ്ഞിരുന്നു. വാട്ടർ പൗണ്ടിങ് ടെസ്റ്റ് നടത്തണം എന്ന് നിശ്ചയിച്ചത് ഋതുക്കളില്ലാത്ത വിധം അല്ലെങ്കിൽ കാലാവസ്ഥ വ്യത്യാസങ്ങളിൽ എങ്ങനെയായിരിക്കും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉറപ്പ് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി കൂടിയായിരുന്നു. വാട്ടർ പൗണ്ടിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ നിർമ്മിക്കപ്പെട്ട വീടിന്റെ ടെറസിൽ 24 മണിക്കൂർ വെള്ളം കെട്ടി നിർത്തും. അങ്ങനെ വെള്ളം കെട്ടി നിർത്തിയ സ്ഥലത്ത് ടെറസിൽ നിന്ന് തന്നെ വെള്ളം ഏതെങ്കിലും വിധത്തിൽ ലീക്കായി താഴത്തേക്ക് പോകുന്നുണ്ടോ എന്ന് കണ്ടാൽ അത് നോട്ട് ചെയ്ത് അതിന് മുകളിലുള്ള ടെറസിന്റെ ഭാഗത്ത് സാങ്കേതികമായ ഭാഷയിൽ പറഞ്ഞാൽ ഒരു എപ്പോക്സി ട്രീറ്റ്മെന്റ് നടത്തും. എപ്പോക്സി ട്രീറ്റ്മെന്റ് നടത്തി അത് ഏതെങ്കിലും വിധത്തിൽ വെള്ളം ലീക്ക് ചെയ്തില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി വീണ്ടും അവിടെ തന്നെ വെള്ളം കെട്ടി 24 മണിക്കൂർ നിർത്തും. വെള്ളം കിരിഞ്ഞു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ വീണ്ടും അവിടെ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്ന സ്വിമ്മിംഗ് പൂളിന് പോലും നടത്തുന്ന വിധത്തിലുള്ള വാട്ടർ പ്രൂഫിംഗ് നടത്തും. വാട്ടർ പ്രൂഫിംഗ് നടത്തിയിട്ടും അതിന്റെ മുകളിൽ 2 മുതൽ 7 സെന്റിമീറ്റർ വരെ കനത്തിൽ സ്ക്രീഡ് കോൺട്രാക്റ്റിംഗ് നടത്തും. പിന്നീട് ഒരു ചോർച്ചയും ബലക്ഷവും ഉണ്ടാകില്ല എന്നുള്ളതാണ് നേരത്തെ ചിലരെല്ലാം സൂചിപ്പിച്ചതുപോലെ ഞാൻ സാങ്കേതിക വിദഗ്ധനല്ലാത്തത് കൊണ്ട് ഉന്നതരായിട്ടുള്ള സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം നമ്മൾ തീരുമാനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ അവിടെ വാട്ടർ പൗണ്ടിങ് ടെസ്റ്റ് നടത്തിയപ്പോൾ 2 വീടുകൾക്ക് വെള്ളം കിനിഞ്ഞു പോകുന്നതായി കണ്ടു. ഈ സ്ഥലങ്ങൾ നോക്കിയെടുത്ത് അവിടുത്തെ നിർമ്മാണ കമ്പനിയുടെ എഞ്ചിനീയർമാർ തന്നെയാണ് ആ ഭാഗത്തിന് ചുറ്റും എഞ്ചിനീയർമാർ തന്നെ പെന്നുകൊണ്ട് ഒരു മാർക്ക് നടത്തേണ്ടായിട്ടുള്ളത്. ഇത് ദൂരെ നിന്ന് ചിത്രീകരിച്ചപ്പോൾ അതൊരു ക്രാക്കാണ്, അഥവാ അതൊരു വിള്ളലാണ് എന്ന വിധത്തിൽ വിവരം അറിയിച്ചു. ഈ വാർത്ത വളരെ വ്യാപകമായി ഇതിനിടയിൽ പരക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം നിർമ്മാണ വേളയിൽ ഉണ്ടാകാവുന്ന ഒരു ശ്രിങ്കേജ് ആണ് അവിടെ ഉണ്ടായത് എന്നാണ് ബന്ധപ്പെട്ട എഞ്ചിനീയർമാർ, ഏതെങ്കിലും ഒരു കരാറുകാരിയുടെ അല്ല,
ഔപചാരികമായി ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയിട്ടുള്ള കിഫ്കോണിന്റെ സാങ്കേതിക വിദ്യയിൽ അതിസമർത്ഥരായിട്ടുള്ള എഞ്ചിനീയർമാർ ഉൾപ്പെടെ ശൃംഗേജ് ആണ് അവിടെ ഉണ്ടായത് എന്ന് പറയുകയുണ്ടായി. സ്വാഭാവികമായിട്ടും ക്രാക്ക് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ആളുകൾ ധരിക്കുന്നത് എന്താ, അതൊരു സ്ട്രക്ചറൽ ക്രാക്ക് ആയിരിക്കും എന്നാണ്. സ്ട്രക്ചറൽ ക്രാക്ക് അല്ല അവിടെ ഉണ്ടായത് എന്ന് അന്ന് രാവിലെ അവിടെ ചെന്ന് സംസാരിച്ചപ്പോൾ എഞ്ചിനീയർമാർ ഉൾപ്പെടെ പറയുകയും അത് ഇതിന്റെ ഉറപ്പിനെ ബാധിക്കില്ല എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് ആ വീടിനകത്തേക്ക് പോയത്. അവിടെ വീടിനകത്ത് പോയി ഈ വര ഇങ്ങനെ രേഖപ്പെടുത്തിയത് ചാനലുകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും തുടർച്ചയായി കാണിക്കുന്നത് കൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് മാത്രം കേട്ടുപോരുകയല്ല, അവിടെ ഉണ്ടായത് എന്താണ് എന്നറിയാൻ വേണ്ടിയാണ് അവിടെ കയറി നിന്ന് ഇവര് പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തിയതാണ് എന്ന് പ്രസ്താവിച്ചപ്പോൾ പെൻസിൽ കൊണ്ട് തന്നെ അടയാളപ്പെടുത്തിയതാണോ എന്ന് ഉറപ്പുവരുത്താനായി അവിടെ നോക്കുകയുണ്ടായി. വീടിന്റെ ഉടമസ്ഥനായിട്ടുള്ള നൗഫൽ പോലും ഇങ്ങനെ ഒരു ക്രാക്ക് എന്ന വിവരം കേൾക്കുന്നത് ഇവരടയാളപ്പെടുത്തിയതിന്റെ, ബന്ധപ്പെട്ട എഞ്ചിനീയർമാർ അടയാളപ്പെടുത്തിയതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് കൊണ്ട് എഞ്ചിനീയർമാർ പറഞ്ഞത് ശരിയാണോ എന്ന കാര്യം നേരിട്ട് ബോധ്യപ്പെടാൻ ആദ്യം എനിക്ക് തന്നെ ബോധ്യപ്പെടണമല്ലോ. എനിക്ക് ബോധ്യപ്പെടാനും ഞാൻ ബോധ്യപ്പെടുന്നത് വഴി അത് ബാക്കിയുള്ള ആളുകളെ അറിയിക്കാനും വേണ്ടിയാണ് അവിടെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു മഴയിൽ ചോർന്നൊലിച്ചതല്ല ഇത്. വാട്ടർ പോണ്ടിങ് ടെസ്റ്റിന്റെ ഭാഗമായി നമ്മൾ തന്നെ 24 മണിക്കൂർ വെള്ളം നിറച്ച് നടത്തിയിട്ടുള്ള ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണ്. ഇനി കെട്ടിടം പൂർത്തീകരിച്ചാലോ? കെട്ടിടം പൂർത്തീകരിച്ചാൽ നേരിട്ട് കൈമാറുകയല്ല. കെട്ടിടത്തിന്റെ കരാർ കമ്പനിയുടെ എഞ്ചിനീയർമാർ ഒരു പരിശോധന നടത്തും. കരാർ കമ്പനിയുടെ എഞ്ചിനീയർമാർ പരിശോധന നടത്തിയതിനു ശേഷം കരാർ കമ്പനിയുടെ എഞ്ചിനീയർമാരും കിഫ്കോണിന്റെ എഞ്ചിനീയർമാരും സംയുക്തമായി പരിശോധന നടത്തും. അതിനും അവസാനിക്കാതെ കരാർ കമ്പനിയുടെ എഞ്ചിനീയർമാരും കിഫ്കോണിന്റെ എഞ്ചിനീയർമാരും ആർക്കാണോ വീട് കൊടുത്തിട്ടുള്ളത്, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇതെന്റെ വീടാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന വീട്ടുകാരനായ മനുഷ്യനെ കൂട്ടി അവിടെ പരിശോധന നടത്തും. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാലോ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ 5 വർഷക്കാലത്തേക്ക് സിവിൽ വർക്കിൽ ഈ കരാറ് കമ്പനി ഡിഫക്റ്റ് ലൈബിലിറ്റി പ്രകാരം വാറന്റി നൽകേണ്ട ഒരു വീടാണത്. 5 വർഷക്കാലം സിവിൽ വർക്കിലും 3 വർഷക്കാലം ഇലക്ട്രിക്കൽ വർക്കിലും വാറന്റി നൽകിക്കൊണ്ടാണ് ആ വീട് ഉണ്ടാക്കുന്നത്. സാധാരണ നിലയിൽ ആ കരാർ കമ്പനിയുടെ ലഭ്യമാകേണ്ട കരാർ പ്രകാരമുള്ള സംഖ്യയിൽ ഒരു നിശ്ചിതമായ ശതമാനം 5 വർഷത്തിന് ശേഷം മാത്രം കൊടുക്കാവുന്ന വിധത്തിൽ എടുത്തു വെച്ചാണ് ഡിഫക്റ്റ് ലൈബിലിറ്റി പ്യൂരിഫൈ ചെയ്യേണ്ടത്, അത് ക്യൂർ ചെയ്യേണ്ടതെന്ന് നിശ്ചയിച്ചു. ആളുകൾക്കറിയാം കരാർ ഉണ്ടാക്കിയാൽ എന്തുണ്ടാകും? ഒരു കോൺട്രാക്ട് ഉണ്ടാക്കിയാൽ ആ കോൺട്രാക്ട് ആരാണോ ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കേണ്ടത് അവർ നിർവഹിച്ചില്ലെങ്കിൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആവും, കോൺട്രാക്റ്റിന്റെ ലംഘനമാകും. അതിലെങ്ങനെ നടപടി എടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു നടപടിക്രമങ്ങളിലേക്ക് പോയത്. ഞാൻ പരിശോധിക്കാൻ ആളല്ല. മന്ത്രി എങ്ങനെയാണ് എഞ്ചിനീയർ ആവുക, മന്ത്രി എങ്ങനെയാണ് പണിക്കാരനാവുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോ പറയുന്നില്ല. ചില ആളുകൾ കരുതുന്നത് പോലെ ചില ആളുകൾക്ക് അങ്ങനെയാണ്. ഈ കരാറ് കമ്പനിക്കാർ പറയുന്നത് നേരിട്ട് കേട്ട് ബോധ്യപ്പെട്ട് മന്ത്രിക്ക് താഴെ നിന്ന് ആകാശത്തോട്ട് നോക്കി ഇതൊരു വിള്ളലല്ല എന്നങ്ങ് പ്രസ്താവിച്ചു പോരാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. എന്റെ ശീലം അതിൽപ്പെട്ടതല്ല. പിന്നെ ചൂരൽമലക്കാർക്ക് ഞാനൊരു മന്ത്രിയല്ല, അവരുടെ വീട്ടുകാരനായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടുകാർക്ക് അങ്ങനെ ഒരു വീട് ഏൽപ്പിക്കുമ്പോൾ വിള്ളലുണ്ട് എന്ന ഒരു ചെറിയ ആശങ്ക പോലും നിലനിൽക്കാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഞാൻ മേശപ്പുറത്ത് കയറിയത് ഒരു തെറ്റാണ് എന്ന് പറയുന്നവരോട് വളരെ അഭിമാനപൂർവവും അതിലേറെ വിനയപൂർവ്വം എനിക്ക് പറയാനുള്ളത്, എൻ്റെ നാടിന്റെ അഭിമാനം കാക്കാൻ ഇതിനേക്കാൾ പൊക്കത്തിൽ കയറണമോ ആ പൊക്കത്തിലും കയറും. അത് ആശങ്ക എനിക്ക് തന്നെ ദൂരീകരിക്കാൻ പറ്റേണ്ടത് എത്രയുണ്ടോ അതുപോലെ തന്നെ ചെയ്യും. ചില ആളുകൾ ചോദിച്ചു, മന്ത്രിമാർക്ക് ഇങ്ങനെ പൊക്കത്തിൽ കയറി പരിശോധിക്കണോ? കളക്ടർക്കും PWD ഉദ്യോഗസ്ഥനും ഒരു നിർദ്ദേശം കൊടുത്താൽ ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ റിപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ? അങ്ങനെ ദന്തഗോപുരങ്ങളിൽ ഇരുന്ന് ഇത് നിയന്ത്രിച്ച അനുഭവം നേരത്തെയും ഞങ്ങൾക്കില്ല. ആ ദുരന്തത്തിന്റെ ഭാഗമായി ജൂലൈ 30 മുതൽ ഒരു മാസക്കാലം അവിടെ നിന്നവരുടെ മുഖങ്ങൾ ഞാൻ ഈ കൂട്ടത്തിൽ കാണാനുണ്ട്. എങ്ങനെയായിരുന്നു ഞങ്ങൾ അവിടെ നിന്നിരുന്നത്? കളക്ട്രേറ്റിലെ ശീതീകരിക്കപ്പെട്ട മുറികളിൽ ഇരുന്നു കൊണ്ട് പ്രോട്ടോകോളിന്റെ വലിപ്പം പറഞ്ഞ് നിന്നവരായിരുന്നില്ല ഞങ്ങളാരും. ഞങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് നമ്മളാരും, നമ്മളെല്ലാവരും
ആ ചളി നിറഞ്ഞ മണ്ണിൽ ഗംബൂട്ടിട്ട് മുട്ടുവരെയും അരവരെയും താണുന്ന ചളിയിലൂടെ നടന്നു പോകുമ്പോൾ ഏത് പ്രോട്ടോകോളിനെ കുറിച്ചാണ് നമ്മൾ ആരെങ്കിലും ആലോചിക്കുന്നത്? അവിടെയുള്ള 2 ഷട്ടറിന്റെ കൺട്രോൾ റൂമിൽ ഇരുന്ന് നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ദുരന്തബാധിതർക്കും സഹായികൾക്കും കൊടുക്കുന്ന ഭക്ഷണം പരസ്പരം കഴിച്ച് ആ പ്രവർത്തനങ്ങൾക്ക് രാപ്പകലില്ലാത്ത വിധം നേതൃത്വം നൽകിയത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവിടെ അതിന്റെ മുകളിൽ കയറി അങ്ങനെ ഒരു പരിശോധന നടത്തേണ്ടത് വരച്ചിട്ടതാണെന്നൊരു കമ്പനി പറഞ്ഞാൽ അത് കേട്ടുപോരലല്ല, അത് ഉറപ്പിച്ചു തന്നെ തീരുമാനിക്കണം എന്ന് ഉറപ്പുള്ള ഒരു പൊതുപ്രവർത്തകന്റെ, മന്ത്രി എന്നതിനേക്കാൾ ഉപരിയായി മനുഷ്യത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു മലയാളിയുടെ കടമയാണ് എന്നുള്ളത് കൊണ്ടാണ് പ്രവർത്തനത്തിൽ ഞാൻ ഇറങ്ങിയത്. എന്തെല്ലാം ആക്ഷേപമാണ് അതിന്റെ ഭാഗമായി സൈബർ ഇടങ്ങളിൽ ഉണ്ടായത്. ഞാനൊരു കാര്യം എൻ്റെ പത്രസമ്മേളനം കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും പറയട്ടെ, ഏതെങ്കിലും വിധത്തിൽ നൗഫലിനെ സാമൂഹ്യ മാധ്യമങ്ങളിലോ അല്ലാതെയോ ആക്രമിക്കാവുന്ന ഒരു പണിക്കുമാരും മുതിരരുത്. ഞങ്ങൾ പറഞ്ഞാലും മുതിർന്നു എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു പണിക്കുമാരും മുതിരരുത്. നൗഫൽ ഒരു ദുരന്തബാധിതനായിട്ടുള്ള മനുഷ്യനാണ്. അയാൾക്ക് വികാരപരമായ വിധത്തിൽ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി അദ്ദേഹത്തെ ആക്രമിക്കാവുന്ന ഒരു പണിയും ആരും ചെയ്യരുത് എന്ന് ഞാൻ സവിനയം അഭ്യർത്ഥിക്കുകയാണ്. പക്ഷേ ഒരു ദുരന്തബാധിതന്റെ ഹൃദയം തകർന്ന വാക്കുകൾക്ക് ചൂളമടിച്ചും താളമിട്ടും ഉറക്ക പരിഹസിച്ച് ചിരിച്ചും നിൽക്കുന്നവർ ഏത് സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകുന്നത് എന്ന് എനിക്ക് വളരെ ഗൗരവമായി തോന്നേണ്ടതുണ്ട്. എന്തെല്ലാം കേൾക്കേണ്ടി വന്നു. കൂലിപ്പണിക്കാരൻ രാജൻ, തൃശ്ശൂരിൽ നിന്നൊരു പണിക്കാരനെ കിട്ടി വാർക്കപ്പണിക്ക്. ഞാൻ തുറന്നു പറയട്ടെ, ഒരു കൂലിപ്പണിക്കാരൻ രാജൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഈ പാർട്ടി ഓഫീസിൽ നിന്ന് പറയാം, എനിക്ക് ആത്മാഭിമാനം വർദ്ധിക്കുന്നതല്ലാതെ ഒരു തരി പോലും അത് കുറഞ്ഞിട്ടില്ല. PC ജോഷിയുടെയും രാജേഷ് റാവുവിന്റെയും P കൃഷ്ണപിള്ളയുടെയും ഒക്കെ സ്മരണകൾ ഇറങ്ങുന്ന ഈ പാർട്ടി ഓഫീസിൽ നിന്ന് എന്നെ മന്ത്രിയായി ചുമതലപ്പെടുത്തി പറഞ്ഞു വിട്ട് 5 വർഷം കഴിഞ്ഞ് കയറി വരുമ്പോൾ മുതലാളി രാജൻ എന്ന പേര് കേട്ടില്ലല്ലോ. കൂലിപ്പണിക്കാരൻ രാജൻ എന്ന് പറയുന്നതിൽ ആത്മാഭിമാനമുള്ളയാളാണ് ഞാൻ എന്ന് ആവർത്തിച്ച് വികാരപരമായി തന്നെ പറയണം എന്നാണ് എനിക്കിഷ്ടം. കാരണം ഞാൻ പ്രതിനിധീകരിക്കുന്നത് ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയാണ് എന്നുള്ളത് കൊണ്ട് ആ കൂലിപ്പണിക്കാരന്റെ ഹൃദയവികാരങ്ങളും വേദനകളും അറിയുന്ന തൊഴിലാളികളുടെയും കൂലിപ്പണിക്കാരുടെയും ഒക്കെ വേദനകൾ അറിയുന്ന ഒരു മണ്ണിൽ നിന്ന് വന്ന ഒരാളെന്ന നിലയിൽ ഞാൻ എൻ്റെ അഭിമാനകരമായിട്ടുള്ള ഒരു സമ്മാനമായി സുഹൃത്തുക്കളിൽ നിന്ന് അത് ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, എന്നെ നികൃഷ്ടനാക്കാനോ എന്നെ തള്ളിപ്പറയാനോ വേണ്ടിയാണല്ലോ കൂലിപ്പണിക്കാരന്റെ പേര് ഉപയോഗിച്ചത്. അപ്പൊ കൂലിപ്പണിക്കാരനെ കുറിച്ച് ഈ പറയുന്നവന്റെ സങ്കല്പം എന്തായിരിക്കും? ഓരോരുത്തരുടെയും സംസ്കാരത്തിനും ഓരോരുത്തരുടെയും ഇഷ്ടത്തിനും ചേർന്ന വിധത്തിൽ അങ്ങനെ പറയുന്നതിൽ ഒരു പ്രശ്നവും എനിക്കില്ല. വളരെ അഭിമാനത്തോടെ ഞാൻ അത് ഏറ്റെടുത്തതായി സവിനയം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ സൈബർ ഇടത്തിൽ ആക്രമണം പാടുന്നു. മന്ത്രി ആരാണ്? നാടകം കളിച്ച ആളാണോ? മന്ത്രി ആരാണ്? രാജാവാണോ? മന്ത്രി ആരാണ് ഇതിന്റെ മുകളിൽ കയറി പ്രവർത്തിക്കാൻ? മന്ത്രിക്ക് നടക്കാനും കയറാനും പറ്റുന്ന ഇടങ്ങൾ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. കേരളം മുഴുവൻ യഥാർത്ഥത്തിൽ ഇവിടെ പണിയുന്ന വീടുണ്ടല്ലോ, നൗഫലിൻ്റെതടക്കം 410 വീടുകൾ. ആ വീടുകൾക്ക് ഇനി ഒരു ഗന്ധം കൂടി സഹിക്കേണ്ടി വരും. അത് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ, അവന്റെ മുണ്ട് മുറുക്കി ഉടുക്കുമ്പോഴും ഈ നിധിയിലേക്ക് സംഭാവന ചെയ്ത പാവപ്പെട്ടവന്റെ വിയർപ്പിന്റെ മണമുണ്ട് അവിടുത്തെ ഓരോ ഇഷ്ടിയേക്കും. ആ വികാരം അവിടെ ഉണ്ടാകും. അത് കരുതി അവിടത്തെ പണിയാൻ പോകുന്ന ഒരു വീടിനെ, പണിതുകൊണ്ടിരിക്കുന്ന ഒരു വീടിനെ 5 വർഷക്കാലത്തെ ഡിഫക്റ്റ് ലൈബിലിറ്റി ഉൾപ്പെടെ കെയർ ചെയ്തുകൊണ്ട് ലോകത്ത് ഇതുവരെ ഇല്ലാത്തൊരു മാതൃക അവതരിപ്പിക്കുന്നതിന് ഇത്ര മോശമായി ചിത്രീകരിക്കാൻ പാടുമോ എന്നുള്ളത് അവരവരാലോചിക്കണം. അവരുടെ സംസ്കാരത്തിന്റെ അളവുകോൽ അളക്കാനുള്ള യന്ത്രം കൂലിപ്പണിക്കാരനും വാർക്കപ്പണിക്കാരനും ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടാകും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പക്ഷെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ആ അളവുകോലുണ്ട്. അത് വെച്ച് അവർ തൂക്കുകയും അത് വെച്ച് അവർ അളക്കുകയും ചെയ്യും. എത്ര ആക്ഷേപങ്ങളാണ് കേട്ടത്. ഇതുവരെ കൊടുക്കാത്ത ബ്രെഡ് പൂത്ത സ്ഥലമല്ലേ ചൂരൽമല. ജൂലൈ 30-ന് വൈകുന്നേരം ഞാൻ ഇരിക്കുമ്പോൾ പല മാധ്യമ സുഹൃത്തുക്കളും അവിടെ ഉണ്ടായിരുന്നു. കേരളത്തിലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഞങ്ങൾ ഇനിയുള്ള ദിവസം തീരും വരെ ഭക്ഷണം ഉണ്ടാക്കാം എന്ന് ഞങ്ങളോട് പറഞ്ഞു. മേപ്പാടി പോളിടെക്നിക്ക് അതിനുള്ള സ്ഥലമായി ഞങ്ങൾ കൊടുത്തു. ആ ഉണ്ടാക്കുന്ന ഭക്ഷണം ഫുഡ് ആൻഡ് സേഫ്റ്റി എല്ലാ മണിക്കൂറിലും പരിശോധിച്ചു. അങ്ങനെ കൊടുക്കുന്ന ബ്രെഡ് അല്ലാതെ അങ്ങനെ കൊടുക്കുന്ന ഭക്ഷണമല്ലാതെ ഒരു പീസ് ബ്രെഡ് പോലും ഗവൺമെന്റ് കൊടുക്കാതിരിക്കുമ്പോൾ ആ ബ്രെഡ് പൂത്തു എന്ന് പറഞ്ഞവർ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ഏത് താല്പര്യത്തിന് വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്? ലോകത്തിന്റെ മുമ്പിൽ ഈ കേരളത്തെ അപഹസിപ്പിക്കാനല്ലേ? പ്രധാനമന്ത്രി വന്ന ആഗസ്റ്റ് 9-ാം തീയതി, ആഗസ്റ്റ് 10-ാം തീയതി എല്ലാ തെരച്ചിലും നിർത്തി
എന്ന് പ്രഖ്യാപിച്ചു പ്രസംഗം നടത്തിയത് ഏത് താല്പര്യത്തിന്റെ പേരിലാണ്? ഞാൻ നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുന്നില്ലെങ്കിലും വിനയത്തോടെ ഒരു കാര്യം പറയട്ടെ. 2024 രണ്ടാം ഓണം കണ്ണീരോടുകൂടി ഉച്ചഭക്ഷണം കഴിച്ച ഒരാളാണ് ഞാൻ മാത്രമല്ല, ഈ കേരളത്തിലെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരായ ആയിരക്കണക്കിന് പേർ. നമ്മൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു രാവിലെ മാധ്യമങ്ങളിലൂടെ, ഇതുപോലെ തന്നെ മാധ്യമങ്ങളിലൂടെ ബ്രേക്ക് ചെയ്തു. എന്താണ് ആ വാർത്ത? പുത്തുമലയിലെ ബറയിൽ ഗ്രൗണ്ടിൽ കുഴിയെടുത്ത് എല്ലാവിധ നർമ്മകളോടുകൂടി നാം അടക്കം ചെയ്ത, ബറയിൽ നടത്തിയ മൃതശരീരങ്ങളിൽ ഓരോ കുഴിക്കും 75,000 രൂപ കേരളത്തിലെ ഗവൺമെന്റ് ഏറ്റെടുത്തു, കാശ് മേടിച്ചു എന്ന് പ്രചരണം ഈ കേരളത്തിലുണ്ടായി. എത്ര വേദനാജനകമാണത്! ആ ബറയിൽ ഗ്രൗണ്ടിൽ പെരുമഴയത്ത് അവരവരുടെ യുവജന സംഘടനാ പ്രവർത്തകരുടെ ടീഷർട്ടിന് പുറത്തിട്ട PP കിറ്റിൽ മനുഷ്യനായി നിന്ന് ഒരു ചായ പോലും മേടിച്ചു കുടിക്കാതെ കൊടുത്ത പൊതിച്ചോറ് പകുതി മാത്രം കഴിച്ച് വയറ് നിറയ്ക്കരുത് ഈ പണിക്ക് നിൽക്കുമ്പോ എന്ന് കരുതി അവിടെ പ്രവർത്തിച്ച 10,000 ചെറുപ്പക്കാർ വിചാരിച്ചില്ലേ ഞങ്ങൾ കുഴിച്ച കുഴിയിലും ഞങ്ങൾ നടത്തിയിട്ടുള്ള സംസ്കാര ചടങ്ങിലും ഈ ഗവൺമെന്റ് ഓരോ കുഴിക്കും തലയ്ക്ക് വില പറഞ്ഞ് 75,000 രൂപ മേടിച്ചു എന്ന്? ദ കോസ്റ്റ് ഇൻവോൾവ്ഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് ടു ബി എന്ന ആമുഖത്തോടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞതനുസരിച്ച് 1,202 കോടി രൂപയുടെ ഒരു ബഡ്ജറ്റ് അഥവാ ഒരു എസ്റ്റിമേറ്റ് മെമ്മോറാണ്ടമായി കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്തതാണെന്ന് ഞങ്ങൾ എത്ര തവണ പറഞ്ഞിട്ടും 36 മണിക്കൂർ ഈ കേരളത്തിലെ നന്മ നിറഞ്ഞ മനുഷ്യരെ പോസ്റ്റ്മോർട്ടം ചെയ്തില്ലേ നമ്മുടെ ശീതീകരിക്കപ്പെട്ട ചർച്ചാ സ്ഥലങ്ങളിൽ? അതിനേക്കാൾ വേദന ഞങ്ങൾക്ക് വേറെ ഉണ്ടാകാനുണ്ടോ? ആ 36 മണിക്കൂറിന് ശേഷം എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്കൊരു ചെറിയ തെറ്റുപറ്റി, ഇത്ര നേരവും ഞങ്ങൾ ചർച്ച ചെയ്തത് കൊടുത്തൊരു അപേക്ഷയെ കുറിച്ചായിരുന്നു, അത് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. പക്ഷേ ആ 75,000 രൂപയുടെ പേരിൽ 2 ഓണത്തിനും 3 ഓണത്തിനും ഞങ്ങൾ അനുഭവിച്ച മാനസിക പ്രയാസത്തിന്റെ, ഞങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അല്ല, ഇത് ശരിയായ വിധത്തിൽ നടത്താൻ നേതൃത്വം നൽകിയ മനുഷ്യരനുഭവിച്ച പ്രയാസത്തിന് ആർക്ക് സമാധാനം പറയാൻ പറ്റും? ഇങ്ങനെ എത്ര ആക്ഷേപങ്ങൾ! അതിന്റെ കൂട്ടത്തിൽ ഒന്നാണിത് എന്ന് മാത്രമായി കാണാനാകില്ല. ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്ത് എന്ന് കേരളം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ദുരന്തം നടന്ന് 61 ദിവസം കഴിഞ്ഞപ്പോൾ ഭൂമി ഏറ്റെടുത്തില്ലേ? ആ ഭൂമി ഏറ്റെടുത്തതിന് ശേഷം എത്ര വേഗത്തിലാണ് വ്യവഹാരങ്ങളിലേക്ക് ബന്ധപ്പെട്ടവർ കടന്നുപോയത്? അന്നൊക്കെ ഞങ്ങൾ കാത്തിരുന്നു. മാർച്ച് 27-ാം തീയതി തറക്കല്ലിട്ടപ്പോഴും പണി നടത്താൻ കോടതി അനുവാദം തന്നില്ല. പണം നിശ്ചയിക്കണം LARR പ്രകാരം എന്ന് അന്നും കോടതി വാദിച്ചു. അങ്ങനെ ഏപ്രിൽ 12-ാം തീയതിയാണ് കോടതി അടയ്ക്കുന്ന ദിവസം തുക കോടതി നിശ്ചയിച്ചത്. അന്ന് രാത്രി 11:45 ആ തുക ഈ ട്രഷറിയിലൂടെ അടച്ച് ഏപ്രിൽ 13-ാം തീയതി ആരംഭിച്ചില്ലേ നിർമ്മാണ പ്രവർത്തനം? സ്വാഭാവികമായിട്ടും അവിടുത്തെ നിങ്ങളുടെ സുഹൃത്തുക്കളായ മാധ്യമ പ്രവർത്തകരുടെ FB അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ അറിയാം ഓരോ ദിവസവും പെയ്ത മഴ നവംബർ മാസം വരെ. എന്നിട്ടും അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എത്ര വേഗതയിലാണ്. മുഖ്യമന്ത്രി ഏപ്രിൽ 14-ന് വിഷുവിന്റെ ദിവസം 15-ന് വീടുകളിൽ കയറി താമസിക്കാം എന്ന് പറഞ്ഞത് ആരെങ്കിലും കബളിപ്പിക്കാനാണ് എന്ന് നിങ്ങൾ സത്യസന്ധമായി കരുതുന്നുണ്ടോ? അവിടെ വീടുകളുടെ 102 എണ്ണം ഇതിനകം കൈമാറിയിട്ടുണ്ട്. പക്ഷെ കിഫ്കോണും അതുപോലെ തന്നെ ULCCയും വീട്ടുകാരും കൂടി പരിശോധന നടത്തണം. ഈ മാസം അവസാനത്തോടു കൂടി വീട് മാത്രമല്ല അതിനോടനുബന്ധമായിട്ടുള്ള FTR പ്രകാരമുള്ള ടാർ അടക്കം ഇട്ടുതരാം എന്നാണ് അവസാനം ULCC കിഫ്കോണിന്റെ കൂടി ധാരണയോടുകൂടി പറഞ്ഞു വെച്ചിട്ടുള്ളത്. അത് അവർ ചെയ്തില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് പോകും. അങ്ങനെയല്ലേ അതിനെ കാണേണ്ടത്? അതിന് കേരളത്തെ മുഴുവൻ അപമാനിക്കുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകാൻ പറ്റുമോ? പോകേണ്ടതുണ്ടോ? ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അവിടെ ഞങ്ങൾ തരാത്തത് കൊണ്ടാണ്, ഭൂമി തരാത്തത് കൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനം വൈകിയത്. 4 മാസമല്ലേ ആയിട്ടുള്ളൂ ഞങ്ങൾ തുടങ്ങിയിട്ട്. ആരുടെ കുറ്റാണ്? നേരത്തെ മുസ്ലിം ലീഗും കോൺഗ്രസും ഉൾപ്പെടെയുള്ള കക്ഷി നേതാവിനെയും ഉപനേതാവിനെയും വിളിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനുവരി 1-ന് ചർച്ച നടത്തി. പല അഭിപ്രായങ്ങൾ വന്നു. ഒരു നിങ്ങളെടുക്കുന്ന പൊതു നഗരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും, ഓരോ സ്പോൺസർമാർക്കും, രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, ഓരോ സ്പോൺസർമാർക്കും മാറ്റി കൊടുക്കാനാകുമോ? ഞങ്ങൾ പറഞ്ഞു ഞങ്ങളല്ല, ഗവൺമെന്റ് പറഞ്ഞു അങ്ങനെ ഓരോരുത്തർക്കും കൊടുത്താൽ ഓരോ കോർണറുകളായി അത് മാറും, അതിനിടവരുത്തരുത്, നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങ് പണിതേക്കാമെന്നേ. ഓരോ സ്ഥലം ഓരോരുത്തർക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ശരിയല്ലല്ലോ, നമുക്ക് ഒരുമിച്ച് പണിയാം. മാത്രമല്ല കേരളത്തിന് ഇതിനു മുമ്പ് നടന്നൊരു ദുരന്തം ഓർമ്മയുണ്ടോ? സുനാമി. ആ സുനാമി ദുരന്തത്തിൽ കേരളത്തിൽ പണിത ആയിരക്കണക്കിന് വീടുകൾ എത്ര ദിവസം കൊണ്ട് ലീക്ക് ചെയ്യുകയും തകരുകയും തകർന്നു വീഴുകയും ചെയ്തു, നമുക്ക് അനുഭവമില്ലേ?
അത് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെയോ മന്ത്രിയുടെയോ തലയിൽ കെട്ടിവെക്കുകയാണോ? ഞങ്ങളല്ല, ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഓരോ കരാർ കമ്പനി, ഓരോ സ്പോൺസർമാർ സർക്കാർ കൊടുത്ത സ്ഥലത്തങ്ങ് കെട്ടി. ആ ദുരന്തം ഉണ്ടാകാതിരിക്കാൻ കോമണായ ഒരു സ്ഥലം, ഒറ്റ നേതൃത്വം. അതിൽ അന്ന് 25 ലക്ഷം രൂപയും 5 സെന്റും പറഞ്ഞപ്പോൾ ചർച്ചയുണ്ടായി. കൂട്ടണം, 7 സെന്റാക്കി വർദ്ധിപ്പിച്ചു, 25 20ആക്കി കുറച്ചു. അനുബന്ധ നടപടിക്രമങ്ങൾ മുഴുവൻ സർക്കാർ തന്നെ ചെയ്യണം ഈ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് എന്ന് നിശ്ചയിച്ചു. അവിടെ വരുന്ന വീടിന്റെ ചെലവ് 20-ൽ കൂടുതൽ വന്നാൽ അതും ഈ ദുരന്ത നിവാരണ സംഖ്യയിൽ നിന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ തീരുമാനം എടുത്തത്. മാർച്ച് 27-ാം തീയതി നമ്മളത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ലീഗ് ഞങ്ങളോട് വന്ന് പറഞ്ഞു, വളരെ പ്രയാസത്തോടെ, ഇങ്ങനെ വ്യവഹാരം നടന്ന് ഇത് നീണ്ടുപോകുമെന്ന് ഞങ്ങൾ പേടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളൊരു ഭൂമി എടുക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു, അല്ല, നമുക്ക് ഒരുമിച്ച് എടുക്കാം. പക്ഷെ ലീഗ് പറഞ്ഞു, ഞങ്ങൾക്ക് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ പിന്നെ സമാഹരിച്ച സംഖ്യയാണ്, ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്, ഞങ്ങളൊരു സ്ഥലം എടുക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞെന്താ, ആ സ്ഥലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പലത് കേട്ടിട്ടും ഗവൺമെന്റ് നിഷേധാത്മകമായ ഒരു സമീപനം എടുത്തില്ലെന്ന് മാത്രമല്ല, സഹായകരമായ നിലപാടെടുത്തു. ലീഗ് സ്ഥലം മേടിച്ചു പോകുമ്പോ കോൺഗ്രസ് കരുതിയെന്താ, ലീഗുമായി ഞങ്ങൾക്ക് ശത്രുതയുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അവർക്ക് മാത്രം സ്ഥലം കൊടുത്തില്ല, ബാക്കിയുള്ളവർക്ക് സ്ഥലം കൊടുക്കും എന്ന് നിങ്ങൾ കരുതിയോ? എന്തൊരു വർത്താനാണ് പറയുന്നത്. ഇപ്പൊ കിട്ടിയ കാശാണ് കണക്കെങ്കിൽ ഞങ്ങൾ സ്ഥലം കൊടുത്താൽ അതിൽ എത്ര വീട് പണിയാനുള്ള കാശ് ഇപ്പോ സമാഹരിച്ചതിലുണ്ട്. ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ ചോദ്യങ്ങളുണ്ട്. അതിലേക്കൊന്നും ഇപ്പോ കടക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, എത്ര ഭീതി പരത്താൻ ശ്രമിച്ചാലും ഏറ്റവും ഉറപ്പായ 5 വർഷക്കാലത്തെ ഡിഫക്ട് ലയബിലിറ്റി ഉള്ള, 7 വർഷം മുതൽ 20 വർഷം വരെ ഗ്യാരണ്ടിയുള്ള ഉപകരണങ്ങളോട് കൂടിയിട്ടുള്ള വീട് പണിതു കൊടുക്കാം എന്ന കരാറ് ബന്ധപ്പെട്ടവർ നടപ്പിലാക്കിയേ മതിയാകൂ. കരാറുമായി ബന്ധപ്പെട്ട ആരൊക്കെ ഒപ്പിട്ടിട്ടുണ്ടോ അവർ നടപ്പിലാക്കിയേ മതിയാകൂ. അതിൽ ഒരാളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ല. പക്ഷെ കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, അസമിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, ബംഗാളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, ഇതുമായി ബന്ധപ്പെട്ട തൊഴിലാളികളുടെ യാത്ര, ഇതെല്ലാം പറഞ്ഞാൽ അത് മനസ്സിലാവുമല്ലോ നമുക്ക്. ആ മനസ്സിലാകലിൽ മുഖ്യമന്ത്രി പറഞ്ഞതിനേക്കാൾ ഒരു 15 ദിവസം കൂടി വൈകുന്നു എന്ന് പറഞ്ഞാൽ അതിൽ മറ്റേതെങ്കിലും ചിന്തിക്കേണ്ടതുണ്ടോ? ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും ഏറ്റവും വേഗതയിലാക്കാനുള്ള നടപടിക്രമം എടുക്കാം. ബന്ധപ്പെട്ടവരുടെ യോഗം പിടിക്കാനുള്ള ചില തടസ്സങ്ങളുണ്ട്. അത് കോഡ് ഓഫ് കോണ്ടക്ട് നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. മാർച്ച് 15-ന് അത് വന്നാൽ പിന്നെ ഔപചാരികമായിട്ടുള്ള യോഗം വിളിക്കാൻ മന്ത്രിമാർക്ക് പ്രത്യേകമായിട്ടുള്ള ചില അനുവാദങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് വേണം. അതും കിട്ടുമോ എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിയാലോചിക്കും. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, ഇത്തരത്തിലുള്ള ധാരണകൾ ഉള്ളത് കൊണ്ട് ഒരാൾക്കും ഭീതി വേണ്ട, ഒരാൾക്കും ഭീതി ഉണ്ടാകേണ്ട കാര്യമില്ല. എങ്ങനെയാണോ നമ്മൾ നിശ്ചയിച്ചത് അത്ര മനോഹരമായി. ചിലരൊക്കെ മേടിച്ച സ്ഥലം പണി ആരംഭിക്കുന്നതിനും നിർമ്മാണത്തിന്റെ പില്ലർ അടിക്കുന്നതിനും പ്ലാൻ പാസ്സാക്കുന്നതിനും മുമ്പ് കെട്ടിപ്പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് തുറന്നു കിടക്കല്ലേ ആദ്യത്തെ ദിവസം മുതൽ. അതിനെക്കുറിച്ച് ഇന്നൊരു ചാനൽ ഒരു സംശയം രേഖപ്പെടുത്തിയായി ഞാൻ കണ്ടു. കുറച്ച് ശരിയുണ്ടാകാം, ഇങ്ങനെ തുറന്നിട്ടാൽ ആളുകൾ വന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ. പക്ഷേ ടൗൺഷിപ്പ് ഒരു തുറന്ന പുസ്തകമാണ്, അത് ആർക്കും എപ്പോഴും കയറി പരിശോധിക്കാവുന്ന വിധത്തിലുണ്ട്. ഒരു ചാനൽ പറഞ്ഞു തന്നെ പ്രയാസപ്പെടുത്തി, അത് ചിത്രസഹിതം കാണിക്കുകയാണ്. മുകളിലുള്ള വെള്ളം കെട്ടിവെച്ചതിന്റെ സൈഡിലുള്ള, ഞങ്ങളിതിനെന്താ തൃശ്ശൂരും തിരുവനന്തപുരവും പറയുന്നതിന് വ്യത്യാസം ഉണ്ടാവും. സൈഡ് കെട്ടും, വെള്ളം പിടിച്ചു നിർത്താൻ വേണ്ടി അരികു കെട്ടും, സിമെന്റ് വെച്ച് ചെറുതായി കെട്ടും. അത് വെള്ളം കെട്ടി നിർത്തുന്ന പണി തീർന്നാൽ വാട്ടർ കോണ്ടിങ് ടെസ്റ്റ് കഴിഞ്ഞാൽ അതങ്ങ് പൊളിച്ചു കളയും. സ്വാഭാവികമല്ലേ, അവിടെ വീട് പണിയാൻ വേണ്ടി വെച്ച സ്ഥലമല്ലേ. ഇങ്ങനെ തെറ്റായ ആശങ്കകൾ ഉണ്ടാകരുത്. അവിടെ ഉപജീവന പദ്ധതി കൊടുത്തില്ല എന്ന പ്രതിസന്ധി ഉണ്ടായി. 18-ാം തീയതി അത് കൊടുത്തു. മാർച്ച് 31-ന്റെ എക്കണോമിക്കൽ ഇയർ എൻഡിങ് ഉള്ളത് കൊണ്ട് ട്രഷറിയിലുള്ള പണം ഫിനാൻസിലേക്ക് തിരിച്ചു വന്നതാണ്. അത് ഏപ്രിൽ മാസത്തിൽ വീണ്ടും അങ്ങോട്ട് കൊടുത്തു. ഏപ്രിൽ 18-നുള്ളിൽ അത് കൊടുത്തു. അത് കൊടുക്കുമ്പോൾ കേരളത്തെ കുറിച്ച് ഒരു കാര്യം, ആരുടെ ഔദാര്യമല്ല, പക്ഷെ ഒരു കാര്യം നാം ഓർക്കണം, ദുരന്തം നടന്ന് 21 മാസക്കാലം കഴിയുമ്പോഴും ഒരു മാസത്തെ പോലും വാടകയോ, ഒരു മാസത്തെ പോലും ദിനപത്തയോ, ഒരു വീട്ടിൽ 2 പേർക്ക് കൊടുക്കുന്ന ദിനപത്തയോ, ശയ്യാവലംബനായ രോഗിക്ക് കൂട്ടിരിക്കുന്നവന് കൊടുക്കുന്ന ദിനപത്തയോ, കൂപ്പണോ ഒന്നും ഈ കേരളത്തിൽ മുടങ്ങിയിട്ടില്ല എന്നുള്ളത് ഞങ്ങളുടെ അഹങ്കാരമല്ല, ആരുടെയും ഔദാര്യമല്ല. എങ്കിലും വിനയപൂർവ്വം അത് കേരളത്തിന്റെ പൊതു നേട്ടമാണെന്നെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് കരുതാൻ നമുക്കാവണം. അതുകൊണ്ട് ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുകയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുകയോ ചെയ്തതുകൊണ്ട് ബന്ധപ്പെട്ട ഒരാൾക്കും സുരക്ഷിതമായിട്ടുള്ള വീട് ലഭ്യമാകുമെന്ന പേടി വേണ്ട. കൊടുത്തവർക്ക് പട്ടയം ഉൾപ്പെടെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരാശങ്കയും വേണ്ട എന്ന കാര്യം ഏറെ ബഹുമാനത്തോടെയും വിനയത്തോടെയും അറിയിക്കാൻ ഞാൻ ശ്രമിക്കുന്നു.
ഞാൻ കേട്ടു. ഞാൻ ചെന്ന് നിന്നത് ചിത്രങ്ങളിലൂടെ പടർത്തിയിട്ടുള്ള സാധനം നേരിട്ട് കണ്ട സ്ഥലമാണ്. അപ്പുറത്ത് കൂടി ഉണ്ടെങ്കിൽ ആരെങ്കിലും എൻ്റെ കയ്യിൽ ഒന്ന് മാന്തിയാൽ ഞാൻ അപ്പുറത്തേക്കും കിടക്കും. ആരും എന്നോട് പറഞ്ഞില്ല. ഞാൻ ആ വീട്ടുകാരനോട് അന്വേഷിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം അവിടെ ഉണ്ടായില്ല, കണ്ടില്ല ഞാൻ നേരത്തെ. അവിടുത്തെ 178 കുടുംബത്തിലെ അംഗങ്ങളെ എനിക്ക് നേരിട്ടറിയാവുന്നതും അവർക്ക് എന്റെ കൈപിടിച്ചു വലിക്കാവുന്നതും അവർക്ക് എന്നോട് ചോദ്യം ചോദിക്കാവുന്നതുമായ കാര്യമാണ്. ഇനി അവിടെ വീണ്ടും പോയി പരിശോധിക്കണോ? ഞാൻ അതിന് റെഡി. അതിനെക്കുറിച്ചും ഈ പറയുന്ന ഉത്തരം ഇതുപോലെ ഒരു സംഭവമാണ്. ഒരു സ്ട്രക്ചറൽ ക്രാക്ക് ആണെങ്കിൽ വിണ്ട് കീറുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ആളുകൾ അതിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ, വാർത്തയിൽ കമന്റുകൾ. ഇങ്ങനെ ഒരു വീട്ടിൽ എങ്ങനെ ദുരന്തബാധിതൻ വിശ്വസിച്ച് ജീവിക്കും? അത് പൊളിഞ്ഞു വീണാലോ? അങ്ങനെ ഒരു പേടി അനാവശ്യമായി ആളുകൾക്കിടയിൽ ഉണ്ടാക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് സ്വയം ബോധ്യപ്പെടാൻ ഒന്ന് തുടച്ചു നോക്കിയത്. അപ്പൊ ആ പെൻസിൽ മാർക്ക് അങ്ങനെ മാഞ്ഞുപോയി. മാർക്ക് മാഞ്ഞുപോയതിൽ ആരെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല. കാരണം അത് പെൻസിൽ കൊണ്ട് വരച്ച മാർക്കായിരുന്നു. ഞങ്ങൾക്ക് ഇതുവരെ പ്രത്യേകിച്ച് പരാതികളൊന്നും കിട്ടിയിട്ടില്ല. അതിന്റെ അർത്ഥം ഞങ്ങൾ അവരുടെ വക്കീലന്മാരായി നിൽക്കുക എന്നല്ല. ഒരു കമ്പനിയുമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കി ഇതുവരെ അവരുടെ പ്രവർത്തനങ്ങളിൽ ഒരു വിധത്തിലുള്ള പരാതിയും ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. അജിത, ഇതിൽ ഓരോന്നിനും ഓരോ ടൈം തീരുമാനിച്ചിട്ടുണ്ട്. സോളാർ വെക്കേണ്ടത് എപ്പോ, പെയിന്റ് അടിക്കേണ്ടത് എപ്പോ, തീർന്ന വീടുകളെ, അതൊക്കെ ഒരു കൃത്യം ടൈം ലൈനിലാണ് പോകുന്നത്. മാർച്ച് 1 ഈ വീട് കൈമാറുമ്പോൾ പട്ടയം ഉൾപ്പെടെ ആ നറുക്കെടുക്കുന്നതിന് മുമ്പ് ഇവരുമായിട്ട് എല്ലാവരുമായി സംസാരിച്ചു. അപ്പോൾ ഇവരുടെ പ്രശ്നം ഉണ്ടായിരുന്നത് 4ാമത്തെ ഫേസിലുള്ള ഒരു സൈഡിലുള്ള സ്ഥലത്ത് 1ാം ഗ്രൂപ്പിൽ പെടുന്ന ഗ്രൂപ്പ് ഫസ്റ്റിൽ പെടുന്ന ആളുകളെ താമസിപ്പിക്കരുത്. ഞങ്ങൾക്ക് പണിയാനുള്ള സ്ഥലം ഉള്ളിടത്ത് ഇത്തിരി വൈകിയാലും ഞങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ തന്നെ കിട്ടണം. ഇതായിരുന്നല്ലോ ഇവരുടെ പ്രശ്നം. രണ്ടാമത്, ആ ദുരന്ത ബാധിതരോട് ഒറ്റയ്ക്ക് പാല് കാച്ചാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരുമിച്ച് പാല് കാച്ചൽ ചടങ്ങ് നടക്കേണ്ടതുള്ളൂ. ഇത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു വൈകിക്കലും ഇല്ല. പട്ടയവും റേഷൻ കാർഡും മറ്റ് കാർഡുകളും ഒക്കെ കൂടിയാണ് കൊടുത്തത്. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും അവകാശപ്പെടാൻ കൂടി പറ്റും, ഇത് എന്റെ വീടാണ്. നേരത്തെ ഈ പട്ടയം കൊടുത്തില്ലെങ്കിൽ ഈ വീട്ടിൽ ചോർച്ച ഉണ്ടായ പോരാൻ നൗഫൽ അറിയില്ല, നൗഫൽ അറിയേണ്ട കാര്യവും ഉണ്ടാകില്ല. പക്ഷെ ഇപ്പോ ഓരോ വീടിലും നറുക്കിട്ട് ആ വീടിന്റെ കാര്യങ്ങൾ അതത് സമയം അന്വേഷിക്കാൻ അവർക്ക് കിട്ടുന്നുണ്ട്. എന്റെ വീടാണെന്നൊരു അഭിമാന ബോധം അവർക്കുണ്ട്. അതിൽ സംതൃപ്തരാണ്. വേണമെന്നില്ല, ഞങ്ങൾ അവരുമായിട്ട് കൂടിയാലോചിച്ചു. ഞാൻ പറഞ്ഞ ശ്രീജിത്തിന്റെ അഭിപ്രായം അതായിരിക്കും, അതുകൂടി നല്ലതാണ്. പക്ഷെ മാർച്ച് 1 ഇത് കൈമാറുമ്പോ പട്ടയം ഉൾപ്പെടെ അവർക്ക് കൈമാറി. അവരോട് ഞങ്ങൾ ചോദിച്ചതാണ്, ദുരന്തബാധിതരായിട്ടുള്ള ആളുകളോട്. അങ്ങനെ കൈമാറുമ്പോൾ നിശ്ചിതമായ ഒരു സമയത്തിനുള്ളിൽ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഓരോ വീട്ടിൽ നമ്മൾ കയറുമ്പോൾ സാധാരണ ഉണ്ടാകാറുള്ള പ്രയാസങ്ങളുണ്ടല്ലോ, അത്രയ്ക്ക് സമയമെടുത്തില്ല, അത്രയ്ക്ക് നേരവും നമ്മൾ എടുത്തില്ല. അതൊരു തെറ്റായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആക്ഷേപങ്ങൾ ഒരു കാലത്തും ഇല്ലാതിരിക്കില്ല. അതിന്റെ താല്പര്യം എന്താണ്? അതൊരു കനകോലു സിദ്ധാന്തമാണ്. കനകോലു വന്നത് ഇപ്പോഴല്ലേ ആക്ഷേപം ഉണ്ടാകാൻ. 75,000 രൂപ ഓരോരുത്തരുടെ പേരിലും എഴുതിയെടുത്തു എന്ന് പറഞ്ഞത് സർക്കാർ വീട് കൊടുത്ത എന്റെ പേരിലാണോ? സർക്കാർ എഴുതിയെടുത്ത എന്റെ പേരിലാണോ? ബ്രെഡ് പൂത്തു എന്ന് പറഞ്ഞത് യഥാർത്ഥ ബ്രെഡ് വിതരണം ചെയ്തത് പോലും ഇല്ല. എന്നിട്ടാണ്. ആക്ഷേപങ്ങളിൽ ഞങ്ങൾക്ക് ഭയമില്ല. ചെയ്യുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കൂ. ആര് മീഡിയ കണ്ടു? അവരെല്ലാവരും എന്ന് പറഞ്ഞാൽ അടക്കമില്ല. നൗഫൽ കണ്ടു. നൗഫലിനെ തെറ്റിദ്ധരിപ്പിച്ചതാണ് യഥാർത്ഥത്തിൽ. നൗഫലിന്റെ വീട് കൈമാറുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞ അഭിപ്രായം എനിക്കില്ല. അദ്ദേഹത്തിന്റെ വീട് ഔപചാരികമായി കൈമാറിയതിനു ശേഷം ഏതെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഡിഫക്റ്റ് ലൈബിലിറ്റി, നമ്മൾ എത്ര വീടുകളിൽ താമസിക്കുന്നവരാണ്, നിർമ്മിച്ചവരാണ്, അങ്ങനെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കോൺട്രാക്ടർ ഉത്തരം പറയേണ്ടി വരും എന്ന് 5 കൊല്ലത്തെ സിവിൽ സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്. ഇത് വിള്ളലാണ്, സ്ട്രക്ചറൽ ക്രാക്ക് ആണെന്ന അഭിപ്രായം ഏത് ഇൻഡിപെൻഡന്റ് എഞ്ചിനീയറെ കൊണ്ടും ഏതു മാധ്യമത്തിനും ഏതു സുഹൃത്തിനും അന്വേഷിപ്പിക്കാം. ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടവർ സമാധാനം പറയേണ്ടി വരും. പിന്നെ ഉറപ്പായിട്ടും അത് മനസ്സിലായില്ലല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ആ 102 വീടുകൾ മിനിഞ്ഞാന്ന് തയ്യാറായതിനു ശേഷം 2ാം ഘട്ടമാണ് ജോയിന്റ് ഇൻസ്പെക്ഷൻ. ഇനി ഒരു ഘട്ടം കൂടിയുണ്ട്. അത് വീട്ടുകാരനും ULCCയും കിഫ്കോണും കൂടിയുള്ളതാണ്. മൂന്ന് ഘട്ട ഇൻസ്പെക്ഷൻ ഉണ്ട്. ആദ്യഘട്ടം ULCCയുടെ എഞ്ചിനീയർമാർ, 2ാം ഘട്ടം കിഫ്കോൺ ULCC. ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ, അന്ന് അവിടെ പറഞ്ഞല്ലോ. 3ാം ഘട്ടം
കിഫ്കോൺ ULCC പ്രസ് വീട്ടുകാരൻ. അതിൽ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. രണ്ടാം ഘട്ടം സംതൃപ്തിപ്പെടുത്തിയാൽ ഏറ്റവും അടുത്ത മിനിറ്റിൽ വീട്ടുകാരനെ കൊണ്ടുകൂടി പരിശോധിക്കും. അല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, നടപടിക്രമം ഈ വിധത്തിൽ തന്നെയാണ്. അവരോട് കൂടി പറഞ്ഞിട്ടാണ്. സ്വാഭാവികമായും ആളുകൾ ഇങ്ങനെ പോകുന്നതിന്റെ ഭാഗമായി 5 10 ദിവസം വൈകിട്ടുണ്ടാകും. ഞങ്ങൾ അങ്ങനെ കരുതുന്നില്ല. ഈ പാല് കാച്ചിയില്ലല്ലോ ആരും, പാല് കാച്ചിയില്ലല്ലോ. ഉദ്ഘാടനം അതിന്റെ 1ാം ഘട്ടത്തിലെ പട്ടയവും അതിന്റെ ഭാഗമായിട്ടുള്ള ഉടമസ്ഥാവകാശവും ഏൽപ്പിക്കുന്നതിന്റെ ഭാഗമായി നടന്നൊരു ചടങ്ങാണ്. അവർക്ക് വീട് കയറി പാല് കാച്ചുന്നത് ഒരുമിച്ച് വേണം എന്നാണ് അവർ പറഞ്ഞത്. ഒരുമിച്ച് തന്നെ പാല് കാച്ചാം, നമുക്ക് എല്ലാവർക്കും അതിൽ പങ്കെടുക്കാം. അത് കഴിഞ്ഞ് വീണ്ടും പോയി പരിശോധിക്കാം. താമസിപ്പിക്കാൻ 3ാം ഘട്ടം കൂടി കഴിഞ്ഞിട്ടേ ഉള്ളൂ. 2ാം ഘട്ടം കഴിഞ്ഞാൽ തീരില്ല. 3ാം ഘട്ടം കൂടി കഴിഞ്ഞ് അവരെ വിശ്വസ്തയിലെടുത്ത് അത് കൊടുക്കുള്ളൂ. ആരെങ്കിലും ഞങ്ങൾക്ക് ഇന്ന ഭാഗം ഇന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടേ അവർക്ക് അത് ഏൽപ്പിക്കും. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ കേട്ടില്ല എന്ന് തോന്നല്ലോ, ഏപ്രിൽ 30-നകം ഇതിന്റെ 3 തരത്തിലുള്ള ഇവാലുവേഷൻ കഴിയും. അത് കഴിഞ്ഞാൽ മെയ് ആദ്യവാരത്തിൽ എപ്പോഴും താമസിക്കാം. ഉറപ്പായിട്ടും നൗഫലിനെയും സൈബറിൽ ആക്രമിക്കരുത്, എന്നെയും ആക്രമിക്കരുത്, മാധ്യമ പ്രവർത്തകരെയും ആക്രമിക്കരുത്. സാമാന്യ മര്യാദ അങ്ങനെ ഇല്ലാതിരിക്കലാണ്. ഈ കൂലിപ്പണിക്കാരൻ രാജനെന്നും പിന്നെ എന്താണ് ഏണിപ്പണിക്കാരൻ രാജനെന്നും ഒക്കെ പറയുന്നത് പോലെ ഒരാളെയും ആക്രമിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു പാവപ്പെട്ട മനുഷ്യന്റെ അദ്ദേഹം തന്നെ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കേട്ട് ചുറ്റും നിന്ന് ആർത്തട്ടഹസിച്ച് ചിരിക്കുന്നവൻ ഒരു കക്കൂസ് പോലും അവിടെ നിർമ്മിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളൊരു സങ്കോചം വേണ്ടേ? ചെറിയ സങ്കോചം പറയുമ്പോ ആ ആർത്ത ചിരിയിൽ ഏതോ സാധനം അങ്ങ് മറികടന്നു. ഇതൊക്കെ നിന്നൊരുത്തനെ കിളിപോയി എന്നങ്ങ് പറഞ്ഞപ്പോ കേട്ടൊരു രോമാഞ്ചം, എന്തൊരു സുഖാലേ. എനിക്കതിൽ പ്രയാസമില്ല. ദുരന്തബാധിതന്റെ വികാരമായിട്ട് ഞാൻ അതിനെ കാണുന്നു. കളക്ടർക്കോ? എന്തിനാ പറയുന്നത്? പുതിയ ആളുകളെ ഇനി കരാർ കമ്പനി അല്ലാതെ ഇനി കളക്ടർ ഇടപെടുത്തണം. അല്ല, ഈ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ കൃത്യമായി അതിന്റെ സാങ്കേതിക പദം നിങ്ങളോട് പറഞ്ഞു. ആ സാങ്കേതിക പദത്തെ അവതരിപ്പിക്കുന്ന ഒരു സ്ട്രക്ചറൽ ക്രാക്ക് ആണോ എന്നുള്ളതായിരുന്നു നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രശ്നം. അതൊരു സ്ട്രക്ചറൽ ക്രാക്ക് അല്ല എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും പരിശോധിക്കണമെങ്കിൽ അങ്ങനെ പരിശോധിക്കുന്നതിൽ ഒരു അപകടവും ഇല്ല. അതൊരു ശ്രിങ്കേജ് മാത്രമാണ്. അതിന് ലീക്ക് ആവുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞാൽ ഞാനത് പറഞ്ഞുതരാം. ആര് പറഞ്ഞു? ശ്രിങ്കേജ് ഈ ലീക്കിന്റെ കാര്യമോ? അല്ല, ഉപജീവന പത്തം മുടങ്ങാൻ കാരണം അതല്ല. ഉപജീവന പത്തം മുടങ്ങാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, ജനുവരി മാസത്തിൽ തന്നെ തീരുമാനിച്ചു. ഈ സാങ്കേതിക കാര്യം ശരിയായിരിക്കും. മാർച്ച് 31-ന് ഇത് TSP അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടില്ലെങ്കിൽ മാർച്ച് 31-ന് തിരിച്ചിങ്ങോട്ട് പോരും. അത് വീണ്ടും അങ്ങോട്ട് തിരിച്ചു കൊടുത്താണ്. സാങ്കേതികമാണ്. മറ്റേ ലീക്കേജിന്റെ കാര്യം അല്ല, ഞാൻ പറഞ്ഞല്ലോ, സൈബർ ആക്രമണങ്ങൾ ഒന്നിനും ശരിയല്ല. 3 കുട്ടികളെ നഷ്ടപ്പെട്ട ഒരു പാവപ്പെട്ട സ്ത്രീ ഉണ്ടല്ലോ, സേന, അവർക്ക് നേരെ നടന്നതും ശരിയല്ലാത്തതാണ്. 16 പേരല്ല, ഒരാൾ പോലും മരിക്കാത്ത മനുഷ്യന് നേരെ പോലും അറ്റാക്ക് നടത്തരുത് എന്നുള്ള അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തി. ഞാൻ പറഞ്ഞത്, ഒരു നിശ്ചിതമായ കാലത്തെ സംബന്ധിച്ച് ഒരു കരാർ വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് വിട്ടുപോകാൻ അവർക്ക് പറ്റില്ല. വിട്ടുപോയാൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആവും. അതിന്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അത്രയ്ക്കൊന്നും സമയം എടുക്കില്ല. എന്നാ പിന്നെ അവസാനിപ്പിക്കുക. അപ്പോ ദയവായി ഒറ്റ അഭ്യർത്ഥന കൂടിയുള്ളത്, ഈ ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യരുടെ മനസ്സിൽ വിഷം കലക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ കൂട്ടത്തിൽ നിൽക്കരുത്. അവർക്ക് കൃത്യമായി വീടും ഭൂമിയും എത്തിക്കേണ്ടത് കൃത്യതയോടുകൂടി എത്തിക്കും. അതുവരെ അവരുടെ ഒരു വാടകയും മുടങ്ങില്ല. ഒരു മഴക്കാലത്ത് റോട്ടിൽ കിടക്കേണ്ടി വരില്ല. ഒരു പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടാകില്ല. കേരളത്തിന്റെ അഭിമാനത്തെ ഓർത്ത് ന്യായമായ കാര്യങ്ങൾ പറയാം.
പക്ഷെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് സമയമെടുക്കാതെ ഇവിടെ അവസാനിപ്പിക്കണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു.